ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. തിരുസന്നിധി എന്നുള്ള ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എബ്രായ ലേഖനം ഒരു പഠനം എന്നുള്ള വിഷയം നാം കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതൻ എന്നാണ് നമ്മുടെ പഠനത്തിന്റെ സാരാംശം. കഴിഞ്ഞ ദിവസം വരെയും 1-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ നിന്ന് ചില ദൈവദിന ചിന്തകൾ പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. നിങ്ങൾക്ക് എന്തുണ്ട് എന്ന് എബ്രായ വിശ്വാസികളോട് യഹൂദന്മാർ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയാണ് എബ്രായ ലേഖനം എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ചോദ്യത്തിന്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം ക്രിസ്തുവാണ് ഞങ്ങൾക്കുള്ളത്. അവനിൽ ഞങ്ങൾക്കെല്ലാം ഉണ്ട്. ക്രിസ്തുവിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് എന്തുണ്ട് എന്ന ചോദ്യത്തിന് നൽകിയ മറുപടി. അതിന്റെ വിശദീകരണമാണ് ഈ ലേഖനം മുഴുവനായിട്ട്. ആ ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ വലിയവനാണെന്നും ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണെന്നും മോശയേക്കാൾ ഉന്നതനാണെന്നും യോശുവയേക്കാൾ അതിശ്രേഷ്ഠനാണെന്നും എബ്രായ ലേഖനത്തിന്റെ പ്രാരംഭ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ യേശുക്രിസ്തുവാണ് തന്റെ ജനത്തിന്റെ സ്വസ്ഥതയെന്നും പഴയ നിയമ ഇസ്രായേൽ ജനം വാഗ്ദത്ത കനാൻ അല്ലെങ്കിൽ പാലും തേനും ഒഴുകുന്ന അവകാശ ഭൂമി കൈവശമാക്കിയതുപോലെ ക്രിസ്തുവിൽ വീണ്ടും ജനം പ്രാപിച്ച വിശുദ്ധന്മാർക്ക് സ്വസ്ഥതയും ജീവിതവും ജീവനും ജയവും മഹത്വവും ക്രിസ്തുവിൽ ഉണ്ടെന്ന് എബ്രായ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. 5 മുതൽ അധ്യായങ്ങൾ വീണ്ടും നാം പഠിക്കുമ്പോൾ അഹരോന്റെ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമായ പൗരോഹിത്യമുള്ള ഒരുവൻ, ഏറ്റവും വിശേഷയേറിയ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരുവൻ, ഏറ്റവും മെച്ചമായ ഒരു നിയമം അല്ലെങ്കിൽ ഉടമ്പടി അവതരിപ്പിച്ച ഒരുവൻ, തിരശ്ശീലയുടെയും പ്രതിരൂപാത്മക ഉപകരണങ്ങളുടെയും പൊരുളായ ഒരുവൻ, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങളിലും മേന്മയേറിയതാണ് പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ എന്നേക്കുമായി തന്നെത്താൻ വഴിപാടായ അർപ്പിച്ച ഒരുവന്റെ യാഗം. നമുക്ക് എബ്രായ ലേഖനം തുടർന്നുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ അതിമഹത്തായ മേന്മയേറിയ ഒരു യാഗത്തെ വെളിപ്പെടുത്തുന്നതാണ് എബ്രായ ലേഖനത്തിലെ തുടർന്നുള്ള പഠനം. സൂര്യന്റെ വലിയ തേജസ്സിൽ നക്ഷത്രങ്ങൾ ദൃഷ്ടിയിൽ ഒളിമങ്ങും പോലെ യഹൂദ മതത്തിലെ നിഴലുകളും പ്രതിരൂപങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന്റെ ആളത്വത്തിന്റെയും പ്രവൃത്തിയുടെ മുമ്പിൽ അപ്രസക്തമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ചിന്ത ഇവിടെ ഇപ്രകാരം നമുക്ക് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-5 മുതൽ 10-ാം അധ്യായം 8-ാമത്തെ വാക്യം വരെ ദൈവപുത്രന്റെ ഉത്തമവും ആളത്വപരമായ പ്രവർത്തനങ്ങൾ ഈ ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. യേശുക്രിസ്തു ദൈവത്തിന്റെ അന്തിമമായ വെളിപ്പാടാണെന്നും അവൻ ആളത്വത്തിൽ പുത്രനും പ്രവൃത്തിയിൽ പുരോഹിതനും ആണെന്നുള്ള ഒരു വലിയ വീക്ഷണമാണ് നമുക്ക് ഈ പ്രാരംഭ അധ്യായങ്ങളിൽ ലഭ്യമാകുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ എഴുത്തുകാരൻ ദൈവപുത്രന്റെ പ്രാപഞ്ചിക പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം യേശുവിനെ അല്ലെങ്കിൽ പുത്രനെ ദൈവജനത്തിന്റെ മഹാപുരോഹിതനായും പുരോഹിത ശുശ്രൂഷയുടെ ഏറ്റവും ഉന്നതമായ പ്രവൃത്തിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ആക്കി വെച്ച പുത്രനെ ലേഖനകർത്താവ് മഹാപുരോഹിതനായി സമർത്ഥിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തന്റെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ച ശേഷം പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് പുത്രൻ ഇരിക്കുന്നു എന്നുള്ള ഉന്നതമായ ഒരു ചിന്ത പ്രാരംഭ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ക്രിസ്തു മഹാപുരോഹിതനായിരുന്നു എന്നുള്ള ഈ വലിയ പഠനത്തിന്റെ പ്രാധാന്യത. പാപങ്ങൾക്ക് പരിഹാരം വരുത്തി, പാപങ്ങൾക്കുള്ള മോചനം ക്രിസ്തുവിന്റെ ബലിയായിരുന്നു. പാപക്ഷമ നൽകി, പാപത്തെ നീക്കി, പ്രായശ്ചിത്തം വരുത്തി, പാപികളോട് ക്ഷമിച്ച്, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ, പവിത്രൻ, പരിശുദ്ധൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, നിർമ്മലൻ, അവനിൽ പാപമില്ല എന്ന് എല്ലാവരും ഒരുപോലെ വിധി പ്രഖ്യാപിച്ചവൻ, പക്ഷേ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പാപമായി തീർന്നു. ആ ക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തി. അതാണ് പുരോഹിത ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ഒരു സ്ഥാനീയത എന്ന് പറയുന്നത്. ഏകയാഗത്താൽ സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഏകയാഗത്താൽ എല്ലാവരും വീണ്ടെടുത്തിരിക്കുന്നു. ക്രിസ്തുവിന്റെ ആ പരമയാഗത്താൽ എല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നാം ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ വിശുദ്ധീകരണവും സൽഗുണപൂർത്തിയും പാപക്ഷമയും ക്രിസ്തുവിന്റെ ഈ പ്രായശ്ചിത്ത ബലിയിൽ നമുക്ക് സൗജന്യമായി നൽകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് സ്വർഗത്തിനും ഭൂമിക്കും കർത്തൃത്വം നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നാം നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുവിനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്. ഒരു മഹാപുരോഹിതൻ എന്ന നിലയിൽ അവൻ നമുക്ക് മുമ്പായി സ്വർഗത്തിൽ പ്രവേശിച്ച് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും മധ്യസ്ഥ അണയ്ക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷ എന്താണെന്ന് നാം പെട്ടെന്നൊന്ന് വിചിന്തനം ചെയ്താൽ നമുക്ക് മുമ്പായി സ്വർഗത്തിൽ പ്രവേശിച്ചവനാണ് കർത്താവ്. എ ഫോറിനർ ഇൻ ഹെവൻ ഫോർ അസ്. അത് മാത്രമല്ല, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി വാദിക്കുന്നവനാണ്. ആൻ അഡ്വക്കേറ്റ് ഇൻ ഹെവൻ ഫോർ അസ്. മൂന്നാമതായി, ആ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ഇപ്പോൾ പക്ഷപാതം ചെയ്യുന്നവനാണ്. ആൻ ഇന്റർസെസർ ഫോർ അസ്. അതുകൂടാതെ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നവൻ, എ മീഡിയേറ്റർ ഫോർ അസ്. ഇപ്രകാരം നമ്മുടെ ഹൈ പ്രീസ്റ്റായി ശ്രേഷ്ഠ മഹാപുരോഹിതനായി സ്വർഗത്തിൽ കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ള ചിന്ത നമുക്ക് ഏവർക്കും അത് ആശ്വാസകരമാണ്. നമുക്ക് മുമ്പായി സ്വർഗത്തിൽ പ്രവേശിച്ചവൻ, എ ഫോറിനർ
into heaven for us. നമുക്ക് സ്ഥലം ഒരുക്കുവാനായി അവൻ പോയിരിക്കും എന്ന് മാത്രമല്ല, അവൻ നമുക്ക് വേണ്ടി നമുക്ക് മുമ്പനായി സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് എബ്രായ ലേഖനം രേഖപ്പെടുത്തി. എബ്രായ ലേഖനം 6:19-20 വാക്യങ്ങളിൽ ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും സ്വർഗീയ കൂടാരത്തിന്റെ തിരിശയിലേക്ക് അകത്തേക്ക് കിടക്കുന്നതുമാണ്. അവിടെ യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കും. ഒരു വാക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുമല്ലോ. ഒരു മുന്നോടി, ഫോറണ്ണർ, പിന്നാലെ വരുന്നവർക്ക് വഴിയൊരുക്കുവാനായി മുൻപേ കടന്നുപോയാണ്. മശിഹയായ യേശുവിന് മുന്നോടിയായി യോഹന്നാൻ ശ്രാവകന്റെ ദൈവം അയച്ചതുപോലെ യേശു തിരശ്ശീല കടന്ന് നമുക്ക് മുമ്പായി സ്വർഗസ്ഥലങ്ങളിൽ പ്രവേശിച്ചു. അതിന്റെ അർത്ഥം ആദ്യ ഫലം ക്രിസ്തു ആണെങ്കിൽ പിന്നെ ക്രിസ്തുവിനുള്ളവരാണ്. കർത്താവ് മരണത്തിൽ കൂടിയും ഉയർപ്പിൽ കൂടിയും സ്വർഗാരോഹണത്തിൽ കൂടിയും സ്വർഗോന്നതികളിൽ പ്രവേശിച്ച് ദൈവസിംഹാസനത്തിന് വലത്തുഭാഗത്തേക്ക് എത്തിച്ചേർന്നെങ്കിൽ നിശ്ചയമായും നമ്മയും അവിടെ എത്തിക്കും. ഒരു ഫോറണ്ണറായി മുന്നോടിയായി കർത്താവ് ചെന്നു. അതിന്റെ അർത്ഥം പിന്നാലെയുള്ളവർ യേശു എത്തി അതേ സ്ഥലത്ത് എത്തിച്ചേരും. ഇപ്പോൾ കർത്താവിന്റെ മഹാപുരോഹിത ശുശ്രൂഷയിലെ മുഖ്യ ഘടകമാണ് നമുക്ക് വേണ്ടിയുള്ള പക്ഷപാതം, ആൻ ഇന്റർസെസർ. പക്ഷപാതം ചെയ്യുന്നവനും ഒരു അഡ്വക്കേറ്റും തമ്മിൽ വ്യത്യസ്തരാണെങ്കിലും രണ്ടുപേരും ഏറെക്കുറെ ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത്. ഒരു വക്കീൽ കുറ്റം ആരോപിക്കപ്പെട്ടവന് വേണ്ടി ഒരു നിയമകോടതിയിൽ തന്റെ കക്ഷിയുടെ പക്ഷം പിടിച്ച് വാദിക്കുന്ന പോലെ കർത്താവ് പിതാവിന് മുമ്പിൽ നമുക്ക് വേണ്ടി വാദിക്കുന്നു. പക്ഷപാതം ചെയ്യുന്നവൻ ഒരാൾക്ക് വേണ്ടി മറ്റൊരാളോട് സംസാരിക്കും. യേശുക്രിസ്തുവും നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പിതാവിനോട് സംസാരിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് അറിയിക്കുമ്പോൾ മാത്രമല്ല, സാത്താൻ നമുക്കെതിരെ കുറ്റം ആരോപിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്യുന്നു. യേശു പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞു, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു, എങ്കിലും നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഒരു മധ്യസ്ഥനെ പോലെ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ആത്മീക സത്യം റോമാലേഖനത്തിലും എബ്രായ ലേഖനത്തിലും അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തി കാണിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. റോമർ 8:33-34. എബ്രായ ലേഖനം 7:25. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. സ്വർഗത്തിൽ ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ് ഉണ്ട് എന്നുള്ള വിഷയം നാം ചിന്തിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ അഡ്വക്കേറ്റ്, മഹാപുരോഹിതനായ ഈ വക്കീൽ തന്റെ കക്ഷിക്ക് വേണ്ടി വാദിക്കുകയും അവന് വേണ്ടി ന്യായാധിപന്റെ മുമ്പാകെ അഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നു. രക്ഷയ്ക്കായി തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് എന്നും ചെയ്യുന്ന ഒരു മുഖ്യ ശുശ്രൂഷയാണ് എന്റെയും നിങ്ങളുടെയും വിഷയം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് അനുകൂലമായി വാദിച്ച് നമ്മെ ജയത്തോടെ നിർത്തുവാൻ കർത്താവ് നമുക്ക് വേണ്ടി ന്യായാധിപന്റെ മുമ്പാകെ, പിതാവാൻ ദൈവത്തിനു മുമ്പാകെ എന്റെ കേസ് എനിക്ക് അനുകൂലമാക്കി തരും. നീതിമാനായ യേശുക്രിസ്തു ഒരു കാര്യസ്ഥനായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. ആ ക്രിസ്തു തന്റെ നീതി നമ്മുടെ മേൽ നിവർത്തിക്കുകയാണ്. ഒരു നല്ല കാര്യസ്ഥൻ നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. വീണ്ടും മഹാപൗരോഹിത്യ ശുശ്രൂഷയിൽ കർത്താവ് ചെയ്യുന്ന മുഖ്യമായ ഒരു ഘടകം സ്വർഗത്തിൽ ചെയ്യുന്നത് മാധ്യസ്ഥം വഹിക്കുന്നവൻ. മധ്യസ്ഥത എന്നുള്ള വാക്ക് നാം കേട്ട് ഒത്തിരി പരിചയിച്ചതാണ്. മീഡിയേറ്റർ, വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഒന്നിപ്പിച്ച് പ്രശ്നം പരിഹരിക്കുക എന്നതാണ് മധ്യസ്ഥന്റെ ദൗത്യം. പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസ് ലേഖനം എഴുതിയപ്പോൾ യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥതയെ കുറിച്ച് ഇപ്രകാരം എഴുതി, ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുപടിയായി തീർന്ന യേശുക്രിസ്തു തന്നെ. യേശുക്രിസ്തുവാണ് ദൈവത്തെ മനുഷ്യനെ തമ്മിൽ നിരപ്പിക്കുന്നത്. പിതാവിന് നമുക്ക് ഇടയിലുള്ള ഏക മധ്യസ്ഥനും ക്രിസ്തു തന്നെ. ഇതിനാൽ നമുക്ക് ദൈവസന്നിധിയിൽ നേരിട്ട് പ്രവേശനമുണ്ട്. ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ മറ്റൊരു വ്യക്തിയെയും മധ്യസ്ഥനെ നമുക്ക് ആവശ്യമില്ല. ദൈവത്തിന് മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ യേശു എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ഏക മധ്യസ്ഥൻ യേശു അത്രേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ മധ്യസ്ഥതയാൽ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ അംഗീകാരമുണ്ട്, പ്രവേശനമുണ്ട്, യോഗ്യതയുണ്ട് എന്നുള്ള വിഷയം യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തിൽ ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനമായ സംഗതിയാണ്. അതുകൊണ്ടാണ് ഉയരത്തിലെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് കർത്താവ് ഇപ്പോൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകൾ ഇത്ര പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നമ്മുടെ ചിന്തകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു.